ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആര്യാലൈസ് വ്ളോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് അറിയിക്കണേ കമൻസിലൂടെ. ഇന്ന് വിഷുവിന് കണിവെള്ളരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കണിവെള്ളരി കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് വെള്ളരിക്ക എടുത്തു. ഇത് കുറച്ച് വലുതാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിത്തെല്ലാം മാറ്റിയിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കഷ്ണങ്ങൾ കുറച്ച് വലുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. നന്നായി ഉടഞ്ഞു പോകാതെ നമുക്ക് കഷ്ണങ്ങൾ കിട്ടണം. അതിനായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി. അധികം എരിവില്ലാത്ത ഒരു കറിയാണ്. 1 സ്പൂൺ മുളക് പൊടി മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 മുറി തേങ്ങ ചിരവിയതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ സാധാരണ ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളമല്ല ഒഴിക്കുന്നത്. അരയ്ക്കുന്ന സമയത്ത് 1 ഗ്ലാസ് തൈരാണ് ഞാൻ ഒഴിക്കുന്നത്. വെള്ളം അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുഴമ്പ് രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം വെള്ളം കുടിച്ചിട്ട്. ഇത് കണ്ടോ, 2 ആഴ്ചയായി ഞാനിവിടെ കറിവേപ്പില ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ എടുത്തതാണ്. നമ്മുടെ കറിവേപ്പില ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കണ്ടോ. അങ്ങനെ നമ്മുടെ കണിവെള്ളരി ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഒരുപാട് വെന്ത് കഷ്ണങ്ങളൊന്നും ഉടയരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ, ജീരകം, തൈരും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളക്കരുത്, കാരണം നമ്മൾ തൈര് ഒഴിച്ചതല്ലേ, പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ലൈറ്റ് തിള വരുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സിമ്മിലിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ഇതിപ്പോൾ തോന്നും നല്ല വെള്ളമായിട്ട് തോന്നാം, പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് ഒരു 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം നോക്കിയാൽ കറി നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കറി എടുക്കുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടാവുമെന്ന്. ഇനി കടുക് താളിക്കാനായിട്ട് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് വറ്റൽ മുളക് ഒരു 2 എണ്ണം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. രാവിലെയാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. ഒരു 12 മണി 12:30 ആകുമ്പോഴേക്കും നോക്കൂ, കറിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആ മൺചട്ടിയിൽ തന്നെ ഇരുന്ന് കുറുകിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയതും വളരെ ഈസി മെത്തേഡായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കറിയാണിത്. കണിവെള്ളരി തൈര് ഒഴിച്ചിട്ടുള്ള ഒരു കറി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇത് എല്ലാം അധികം തക്കാളിയോ ഒനിയനോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ കുറഞ്ഞ ഐറ്റം മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക്
ഒരു തോരൻ കൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ബീറ്റ്റൂട്ടും ഒരു ഉരുളക്കിഴങ്ങുമാണ്. ഇത് ബീറ്റ്റൂട്ടൊക്കെ കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നോക്കാം. ഒരേ ചട്ടിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഈ ഉള്ളി വഴറ്റിയത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കാം. ചട്ടിയിൽ കരിയാക്കാൻ മടിയായിട്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ബീറ്റ്റൂട്ടും പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ട് വേകട്ടെ. ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എന്നാൽ ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് ഇതെന്താവണമെന്നറിയോ? ഈ ഡ്രൈ ആയിട്ട് എടുക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയത് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളകൊക്കെ അതിലൊന്ന് പിടിച്ചോട്ടെ. ഇതിൽ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. പൊട്ടാറ്റോ ഉള്ളത് കൊണ്ട് തേങ്ങ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ഇറക്കുന്നത്. ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ നാടൻ രീതിയിലുള്ള ഒരു ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. ഓക്കേ, ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവണേ. ആര്യലക്സ് വ്ളോഗ്സിലേക്ക് കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.